Hello everyone, welcome back to our channel. In QA, one of the important topics is problems on ages and discuss ചെയ്യുന്നത്. ഏത് കോമ്പറ്റേറ്റീവ് എക്സാംസ് എടുത്താലും ഈ ഏജസിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് കണ്ടുവരാറുണ്ട്. നമുക്കറിയാം ഈ ഏജസ് എന്ന് പറയുന്നത് കൂടുതലും കുട്ടികൾ വേരിയബിൾസ് യൂസ് ചെയ്താണ് ചെയ്യുന്നത്. അത് ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ വിത്ത് എ സെഷൻ. നമ്മുടെ ക്ലാസ്സിൽ പോകുന്നതിന് മുമ്പായിട്ട് നമ്മളിപ്പോൾ ഒരു ഗ്രാമീൺ ബാങ്കിൻ്റെ ഒരു RRB കോഴ്സ് ക്രാഷ് കോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു 180 hours ഡ്യൂറേഷനുള്ള കോഴ്സാണ്. നമ്മൾ ഓൾ സിലബസും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് നിങ്ങൾ ഈ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യണം. ഓക്കെ, തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മുടെ ക്ലാസ്സിലോട്ട് പോകാം. പ്രോബ്ലംസ് ഓൺ ഏജസ്. നമ്മൾ ഇതിനകത്ത് കൂടുതലും സാധാരണ ഏജസ് എല്ലാവരും ചെയ്യുന്നത് വേരിയബിൾസ് ഉപയോഗിച്ചാണ്. അത് കൂടുതൽ ടൈം കൺസ്യൂമിംഗ് ആണ്. സോ നമ്മൾ ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാം നോക്കാം. കുറച്ച് ക്വസ്റ്റ്യൻസ് അത് സാധാരണ മിക്ക പ്രിലിംസിനും ചോദിക്കുന്ന കുറേ ടൈപ്സ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ലെറ്റ്സ് ബിഗിൻ വിത്ത് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. The first question is, 2 years ago, the ratio of ages of Swati and Riya was 5:7 respectively. 2 years hence, the ratio of their ages will be 7:9 respectively. So, what is the present age of Riya? എന്താ പറഞ്ഞിരിക്കുന്നത്? 2 വർഷം മുമ്പ് സ്വാതിയുടെയും റിയയുടെയും ഏജസിന്റെ റേഷ്യോ തന്നിരുന്നത് 5:7 ആണ്. ബട്ട് 2 years hence, 2 years കഴിഞ്ഞിട്ട് അവരുടെ ഏജസിന്റെ റേഷ്യോ 7:9 ആണെങ്കിൽ പ്രസന്റ് ഏജ് ഓഫ് റിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മളിതിപ്പം വേരിയബിൾസ് ഉപയോഗിച്ച് ചെയ്താൽ കുറേ ടൈം എടുക്കും. അത് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാം നോക്കാം. സ്വാതി ആൻഡ് റിയ. അപ്പം 2 years ago അവരുടെ ഏജസിന്റെ റേഷ്യോ ഏതായിരുന്നു? 5:7 ആണ്. 2 years hence ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നു. അവരുടെ ഏജസിന്റെ റേഷ്യോ 7:9 ആണ്. അപ്പം നോക്കിയേ, നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് നിങ്ങൾ ഇതിനകത്ത് നോക്കണം. ഈ ഒരു കോമൺ ഡിഫറൻസ്, ഈ ഒരു പ്രസന്റ് ഏജസിന്റെ സ്വാതിയുടെ റേഷ്യോസിന്റെ ആ ഒരു കോമൺ ഫാക്ടർ നോക്കണം. ഇത് നോക്കിയേ, ഇവിടുത്തെ കോമൺ എന്ന് പറയുന്നത് 2 ആണ്, ഇവിടുത്തതും 2 ആണ്. സോ നമ്മളത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2 years എഗോയും 2 years ഹെൻസും കൂടെ ആഡ് ചെയ്യണം. ദാറ്റ് ഈസ് 2 + 2 4. അപ്പോൾ 1ന് 2 വരും. അങ്ങനെയാണെങ്കിൽ സ്വാതിയുടെ കാണാനായിട്ടോ അല്ല റിയയുടെ കാണാനായിട്ടോ, ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ പ്രസന്റ് ഏജ് ഓഫ് റിയ ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു റിയയുടെ 2 years എഗോ ആയാലും അല്ലെ 2 years ഹെൻസ് ആയാലും ഏതെങ്കിലും ഒരു വേരിയബിൾ നമ്മൾ എടുക്കുക, ഏതെങ്കിലും ഒരു നമ്പർ എടുക്കുക. ദാറ്റ് ഈസ് 7 എടുക്കുക. അപ്പൊ 7 × 2 ചെയ്യുക. ഇതിപ്പോ തന്നിരിക്കുന്നത് എന്താണ്? 2 years എഗോ ആണ്. അപ്പൊ നമ്മുടെ പ്രസന്റ് ഏജ് കാണാനായിട്ട് ദെൻ ആ ഒരു 2 ആഡ് ചെയ്യുക. സോ ആൻസർ എന്ത് വരും? 16 years. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതേ മോഡൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. 4 years ago, Shyam's age was 3/4 times that of Ram. 4 years hence, Shyam's age will be 5/6 times that of Ram. What is the present age of Shyam? അപ്പോൾ ഇതും ഇതേ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താണ്? 4 years ago. അപ്പോൾ 4 years എഗോയിൽ ഷ്യാമിൻ്റെ പ്രസന്റ് ഏജ് എന്ന് പറയുന്നത് 3/4 ടൈംസ് ഓഫ് റാം. ഞാൻ ഇതിനെ ജസ്റ്റ് ഇങ്ങനെ എടുത്തു, കാരണം നമ്മൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടുവരുന്നതാണ്. കാരണം ഇത് സോൾവ് ചെയ്യുന്ന ഒരു ടിപ്പുണ്ട്. ദാറ്റ് ഈസ് ഷ്യാമിനെ ഞാൻ 3 ആയിട്ട് എടുത്തു, റാമിനെ 4 ആയിട്ടും എടുത്തു. അപ്പം ഷ്യാമിൻ്റെയും റാമിൻ്റെയും റേഷ്യോസ് ഞാൻ 3:4 എന്ന് എടുത്തു. സിമിലർലി 4 years ഹെൻസ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? The Shyam's ages will be 5/6 times that of Ram. അപ്പം ഇതിനെയും നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഷ്യാമിന് 5 ആയിട്ടും കൊടുത്തു, റാമിന് 6 ആയിട്ടും കൊടുത്തു. ദാറ്റ് ഈസ് 5:6. ഇതൊക്കെ സോൾവ് ചെയ്ത് നമ്മൾ റേഷ്യോ എടുക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ്. ഇവിടെയും നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്ത പോലെ ആ ഒരു കോമൺ ഇതെടുക്കണം. ഇവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ആണ്, ഇവിടുത്തെയും 2 ആണ്. സോ 2-നാണ് 4 years എഗോയും 4 years ഹെൻസും കൂടെ നമ്മൾ ആഡ് ചെയ്യണം. 4 + 4 ദാറ്റ് ഈസ് 8. അപ്പം 1ന് എന്ത് വരും? 4 വന്ന്. അപ്പം 1 യൂണിറ്റിന് 4 ആണെങ്കിൽ ക്വസ്റ്റ്യൻ എന്താ അവർ ചോദിച്ചാൽ വാട്ട് ഈസ് ദ പ്രസന്റ് ഏജ് ഓഫ് ഷ്യാം? ഷ്യാമിൻ്റെ പ്രസന്റ് ഏജ് കാണാനായിട്ട് നമ്മൾ എഗോ, ഇപ്പം ഞാനിപ്പോൾ എഗോ എടുത്തു. അപ്പോൾ എഗോയിൽ 4 years എഗോയിൽ 3:4 ആണ്. അപ്പോൾ എങ്ങനെ എടുക്കാം? 4 × 3
പ്ലസ് 4 എന്ത് വരും? 16 ഇയേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾ ഇതേ മോഡൽ തന്നെ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ഈസിയാണ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ആൻസർ നമുക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഇത് കൂടുതലും ഈ ഒരു മോഡലൊക്കെ നമുക്ക് എക്സാംസിന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ടൈം കൺസ്യൂമിംഗ് ആണ് നമ്മൾ വേരിയബിൾസ് യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ. ഇത് നിങ്ങൾക്ക് ഈസി ആയിരിക്കും. വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക.